ഹലോ ഗൈസ്, ഫീഡ്ബേ ട്രാവലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇൻട്രോ എടുക്കുന്ന ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചത്തിൻ്റെ കാരണം കൊണ്ടാണ് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, അങ്ങനെ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് വന്നിരിക്കുന്നത് ഡൗൺ ടൗണിലേക്കാണ്. ഡൗൺ ടൗൺ അഡ്രസ് റെസിഡൻസിൽ ഒരു പാസഞ്ചർ ഇറക്കാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിയാണ് ഗൈസ്. നമ്മൾ റൈറ്റ് ഇങ്ങനെ ഡൗൺ ടൗണിലേക്ക് കയറുകയാണ് ഗൈസ്. ഡൗൺ ടൗണിൽ ഉള്ള വീഡിയോസ്, 1-2 വീഡിയോസിന് മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ പോയിട്ട് കാണണം. ഡൗൺ ടൗണിനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയാൻ തോന്നും. ഏറ്റവും കൂടുതൽ ഉയരമുള്ള ടവറായിട്ടുള്ള ബുർജ് ഖലീഫ സ്ഥിതി ചെയ്യുന്നത് ഡൗൺ ടൗണിലാണ്. അതേമാതിരി തന്നെ ഒരു പോഷ് ഏരിയ തന്നെയാണ് കേട്ടോ. ദുബായ് മാള്, അഡ്രസ് മാള്, അതേമാതിരി തന്നെ ഒരുപാട് ഹോട്ടലുകളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് ഡൗൺ ടൗൺ എന്ന് പറയുന്നത്. നൈറ്റ് വാക്കിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് കേട്ടോ ഇത്. നൈറ്റ് ലൈഫിലൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ നടക്കാൻ ഇറങ്ങുന്ന ഒരു ഏരിയ ആണ്. അതേമാതിരി തന്നെ നല്ല കാഴ്ചകളും, ബുർജ് ഖലീഫിൻ്റെ കാഴ്ചകൾ, ഫൗണ്ടൻ വ്യൂവിൻ്റെ കാഴ്ചകൾ, അതേമാതിരി തന്നെ സൂക്കൽ ബഹർ, അതേമാതിരി തന്നെ പാലസ് ഹോട്ടൽ ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്. What's that disease? Right? The plague, when they had a plague, they had a They used to be there and hide. There's like a life there, and it's അങ്ങനെ പാസഞ്ചറെ ഡ്രോപ്പ് ചെയ്യേണ്ട സ്ഥലം എത്തിയിരിക്കുകയാണ് ഗൈസ്. take you through everything. അങ്ങനെ പാസഞ്ചർ ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. Yeah. Only because of underground, I would be claustrophobic, but I would like to hear that too. ഹലോ ഗായ്സ്, എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ? സുഖമാണോ? ഇപ്പോൾ ഡൗൺ ടൗണിൽ അഡ്രസ് റെസിഡൻസിൽ ഒരു പാസഞ്ചർ ഇറക്കാൻ വേണ്ടി വന്നായിരുന്നു. അത് ഇറക്കി തിരിച്ച് എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഗൈസ്. ഡൗൺ ടൗണിലാണ് കേട്ടോ ഉള്ളത്.
ദുബായിയുടെ ഹൃദയഭാഗം എന്നൊക്കെ പറയുന്ന മാതിരിയുള്ള ഒരു സ്ഥലമാണ് ഡൗൺ ടൗൺ. ബുർജ് ഖലീഫ സ്ഥിതി ചെയ്യുന്നത് ഈ ഡൗൺ ടൗണിലാണ്. അങ്ങനെ പല ഫേമസ് ആയിട്ടുള്ള ഹോട്ടലുകളും ഇവിടെ ഉണ്ട് കേട്ടോ. അഡ്രസ്സിൻ്റെ തന്നെ 3-4 ഹോട്ടലുകൾ ഇവിടെ ഡൗൺ ടൗണിൽ തന്നെയാണ്. സമയം 12 മണിയായിട്ട് അവിടെ ഇപ്പോഴും ഇവിടുത്തെ തിരക്ക് കഴിഞ്ഞിട്ടില്ല. ഒന്നാമത് ദുബായ് മാള് ഇവിടെ തന്നെ ആയതുകൊണ്ട് തന്നെ ഏത് സമയത്തും നല്ല തിരക്കാണ്. ഇതിന്റെ മുകളിൽ കൂടി പോകുന്ന ഈ പാസേജ് മെട്രോയിലേക്കുള്ള ആക്സസ് ആണ് കേട്ടോ. ഇവിടുന്ന് ദുബായ് മാളിൽ നിന്ന് മെട്രോയിലേക്ക് എനിക്ക് തോന്നുന്നു ഒരു കിലോമീറ്റർ തന്നെങ്കിലും നടക്കാനുണ്ടാവും. അത്രയും നീണ്ട ഒരു ഓവർ ബ്രിഡ്ജ് മാതിരിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ട്രാഫിക് പെട്ടിട്ടുണ്ടെങ്കിൽ ഗൈസ് പിന്നെ നോക്കണ്ട. അത്യാവശ്യം നല്ല ട്രാഫിക് തന്നെയാണ്. ഈ ഒരു സമയത്ത് ഇത്ര ട്രാഫിക് ഉണ്ടെങ്കിൽ ഡേ ടൈമിൽ എത്ര ട്രാഫിക് ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കി. ലംബോർഗിനി ഒറൂസ് ആണ് കേട്ടോ പോകുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്ക ഓട്ടങ്ങളും നമുക്ക് ദുബായ് സിറ്റി ഉള്ളിൽ തന്നെയാണ് വരിക. അതുകൊണ്ട് നിങ്ങൾ പല വീഡിയോകളിലും സെയിം റോഡുകൾ തന്നെ കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് വീഡിയോ കുറച്ച് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ മാത്രം വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നത്. റോഡുകളൊക്കെ നിങ്ങൾ എപ്പോഴും കാണുന്നതാണ്. എന്നാലും ഈ റോഡിൽ കൂടി പോകുന്ന സമയത്ത് ഒരു രസം തന്നെയാണ്. ഫ്ലാഷ് ലൈറ്റ് കണ്ടോ ഗൈസ്? ഏതാ ഫ്ലാഷ്? സീറ്റ് ബെൽറ്റ്, അതേമാതിരി തന്നെ വേറെ എന്തെങ്കിലും ഓഫൻസ് ഒക്കെ പിന്നെ ക്യാപ്ചർ ചെയ്യാനുള്ള ക്യാമറ ആണ് ഗൈസ്.
ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഒരു അല്ലൈൻ യാത്രയൊക്കെ പോയി വന്നാണ് ഗൈസ്. അതിനുശേഷം ഉറക്കം വന്നിട്ട് ഒരു കോഫി കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു കഫ്റ്റീരിയ നോക്കി പോവാണ് കേട്ടോ. ഓൾറെഡി എയർപോർട്ടിലേക്ക് എത്തി. എയർപോർട്ടിൽ പാസഞ്ചറെ ഡ്രോപ്പ് ചെയ്തു. ഇനിയിപ്പോൾ ഒരു കോഫി കുടിച്ചേക്കാന്ന് കരുതി. അൺഫോർച്ചുനേറ്റ്ലി ഷോപ്പ് തുറന്നിട്ടില്ല ഗൈസ്. സാധാരണ 24/7 തുറക്കുന്ന ഷോപ്പാണ്. എന്ത് പറ്റിയെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് എയർപോർട്ടിൽ തന്നെ പോയിട്ട് അവിടുന്ന് വാങ്ങി കുടിക്കാം. ഓണായി ഗൈസ്. ഈ ഷിഫ്റ്റ് ആയതുകൊണ്ട് ഉറക്കമൊന്നും അങ്ങോട്ട് ശരിയാവണില്ല. പകല് വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് കയറി കിടന്ന് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ച് കയറി കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറക്കം വരുന്നില്ല ഗൈസ്. ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങിയിട്ടില്ലെങ്കിൽ ബാക്കിയുള്ള സമയത്ത് എങ്ങനെയാണ് ഉറക്കം വരിക? ഈ രാത്രി സമയങ്ങളിലാണ് ഉറക്കം ഭയങ്കരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നൈറ്റ് ഷിഫ്റ്റ് ആയുള്ള ഒരു പ്രശ്നം അതാണ്. ലോങ്ങൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ്. അതുകൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കോഫിയൊക്കെ കുടിച്ച് ചായയൊക്കെ കുടിച്ച് ഉറക്കമൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടാണ് ജോലി ചെയ്യുന്നത്. ചിലപ്പോൾ 1 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ ഒക്കെ ഒന്ന് റെസ്റ്റ് എടുക്കാനുള്ള സമയം കിട്ടും. അങ്ങനെയൊക്കെയാണ് ഈ ഷിഫ്റ്റിൻ്റെ അവസ്ഥ. വാഷ്റൂമ് പോവാതെ 1 മണിക്കൂറായി പിടിച്ചു നിൽക്കുന്നു ഗൈസ്. അവിടെ വന്നിട്ട് ഇനി അങ്ങനെയുള്ള പരിപാടികളൊക്കെ തീർത്താട്ടെ. എങ്ങനെ രാവിലത്തെ ഫസ്റ്റ് അറൈവല് റിക്സോക്സ് ഹോട്ടലിലേക്ക് പോവാണ് ഗൈസ്. റിക്സോക്സ് ഹോട്ടല് പാംജുമേരാണ് കേട്ടോ. രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നുമില്ല. റോഡൊക്കെ ശാന്തമായിട്ട് കിടക്കുന്നുണ്ട്. വലിയ വണ്ടികളൊന്നുമില്ല. അങ്ങനെ നമ്മൾ പാംജുമേരയിലേക്കുള്ള എക്സിറ്റ് കയറുകയാണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ബിൽഡിംഗ് ഒക്കെ ഇൻ്റർനെറ്റ് സിറ്റിയിൽ കേട്ടോ ഉള്ളത്. ഇൻ്റർനെറ്റ് സിറ്റി, മീഡിയ സിറ്റി ഒക്കെ അടുത്ത് തന്നെയാണ്. അങ്ങനെ നമ്മൾ റൈറ്റിലേക്ക് ചേർന്ന് ഐലൻഡിലേക്ക്, പാംജുമേര ഐലൻഡിലേക്ക് കയറുകയാണ്. റോഡിൽ ഒരുപാട് സ്ട്രിപ്പ് ഉള്ളത് കൊണ്ട് കാരണം
ഫോൺ ഹാങ് ചെയ്ത് വെച്ചത് നല്ല ജെർക്കിങ് ഉണ്ട് ഗൈസ്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ആ ദൂരെ കാണുന്ന ഒരു വലിയ ബിൽഡിംഗ് കണ്ടോ, അതാണ് പാം ടവർ കേട്ടോ. സെൻറ്റ് റീജസ് ഹോട്ടലൊക്കെ അതിൻ്റെ അകത്താണുള്ളത്. അതിനുശേഷം നമ്മൾ മുന്നോട്ട് കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ്ലാന്റിസ് ഹോട്ടൽ, പഴയ അറ്റ്ലാന്റിസ് ഹോട്ടൽ നേരെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പം കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാൻ വിചാരിക്കുന്നു. ഇതാണ് അറ്റ്ലാന്റിസ് ഹോട്ടൽ കേട്ടോ. നമ്മൾ പാമിലേക്ക് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടണൽ എന്തായാലും ക്രോസ് ചെയ്തേ പറ്റുള്ളൂ, അല്ലാതെ നമുക്ക് പോകാൻ പറ്റില്ല. പിന്നെ ട്രാമാണുള്ളത്. റിക്സസ് ഹോട്ടൽ ആൻഡ് സ്പാ ഈ പാം ജുമേരൻ്റെ ഒരറ്റത്തായിട്ട് വരും കേട്ടോ. കുറച്ചങ്ങോട്ട് ട്രാവൽ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബുർജുൽ അറബിൻ്റെ ഒരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കാണാൻ വേണ്ടി പറ്റും. ബുർജുൽ അറബും ബീച്ച് ഹോട്ടലും ഒരുമിച്ച് നിൽക്കുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കാണാൻ. വലിയ വിസിബിലിറ്റി ഇല്ലെങ്കിലും നമുക്ക് ഈ ഒരു സമയത്ത് സൂര്യൻ ഉദിച്ച് നിൽക്കുന്ന ഒരു സമയത്ത് നല്ലൊരു ഭംഗിയാണ് കേട്ടോ അത് കാണാൻ. ഇത് പാമലുള്ള ഒരു കടൽപ്പാലാണ്. പാമിൽ 2 കടൽപ്പാലങ്ങളാണ് ഉള്ളത്. ഒന്ന് ഈ സൈഡും നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ട് 2 പാലങ്ങളാണുള്ളത് കേട്ടോ. ഗൈസ്, ഇതാണ് നമ്മൾ വന്നിട്ടുള്ള റിക്സസ് റിസോർട്ട്. എൻ്റെ എൻട്രൻസ് ആണ് ഇത്. എൻ്റെ ഫ്രണ്ട് ഭാഗം കാണിച്ചു തരാം കേട്ടോ. ബുർജുൽ അറബൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. ഈ ഒരു സമയത്തുള്ള ഈ സൺറൈസും ഈ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ നല്ല രസമാണ് കേട്ടോ കാണാൻ. ചെറിയൊരു ഐലൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ സ്ഥലത്ത്. ഇനി നമുക്ക് റിക്സോസിലേക്കുള്ള എൻട്രൻസിലേക്ക് നമ്മൾ നടന്നു പോകട്ടോ. ഇതാണ് പാം ജുമേരയിലുള്ള അവസാനത്തെ റിസോർട്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് റിസോർട്ടില്ല. ഒരു എൻഡിലായിട്ടാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. നമ്മളിങ്ങനെ വണ്ടിയായിട്ട് തിരിച്ചിറങ്ങുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് റോയൽ അറ്റ്ലാന്റിസ് എന്നൊരു
ഡിപ്പാർച്ചർ ജോബ് വന്നിട്ടുണ്ട് സർ. ഇനിയിപ്പോൾ അതും എടുക്കണം. അതും എടുത്തിട്ട് നേരെ എയർപോർട്ടിലെത്തി ഒന്ന് തിരിഞ്ഞളിക്കുമ്പോഴേക്ക് ഏകദേശം ഡ്യൂട്ടി കഴിയാറായിട്ടോ. ഇതിപ്പോൾ 6:55 എടുക്കേണ്ടത്. പാസഞ്ചർ വരുന്ന സമയവും അവിടെ എത്തുന്ന സമയമൊക്കെ കണക്കിലാക്കിയിട്ടായിരിക്കും നമ്മളെ അടുത്ത ഇനി ട്രിപ്പ് എടുക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളതൊക്കെ തോന്നാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പം 6:55 പിക്കപ്പ്. ഒരു അരമണിക്കൂർ എയർപോർട്ടിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു 8 മണിയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പിക്കപ്പ് എടുക്കാത്തതാണ് നല്ലത്. പിന്നെ നമുക്ക് ബസ് കിട്ടാനൊക്കെ ലേറ്റ് ആവും. നമ്മുടെ ട്രാൻസ്പോർട്ടേഷനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാവും. അത് കാരണം മാക്സിമം 8 മണി വരെ 8:30 ഉള്ളിൽ തിരിച്ചെത്തുന്ന രീതിയിലുള്ള ജോബൊക്കെ നമ്മൾ എടുത്തിട്ട് തിരിച്ചു പോരും. അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. നമുക്ക് അറ്റ്ലാന്റിസ് പോയിട്ട് അവിടുത്തെ സ്ഥിതി എന്താണെന്ന് നോക്കാം. ഇതാണ് കേട്ടോ നമ്മളെ ഐലൻഡ്. ഇതാണ് ഐലൻഡിൻ്റെ ഷേപ്പ്. അതായത് ഒരു പനൻ്റെ രീതിയിലുള്ള ഒരു ഐലൻഡാണ്. ആ ഒരു ഷേപ്പിലാണ്. നമുക്ക് ആ ഡെസ്റ്റിനേഷനിലാണ് നമുക്ക് പോയിട്ട് പിക്കപ്പ് എടുക്കാനുള്ളത്. അതാണ് പാം ജുമേര. നോക്കിയാൽ കാണാൻ പറ്റും. ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടായിരുന്നു നമ്മളെ റിക്സിസ് ഹോട്ടൽ. അവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. ഇതിൻ്റെ ഈ സൈഡുകളിലായിട്ടായിട്ട് ഓരോ റിസോർട്ടുകളും ഹോട്ടലുകളൊക്കെ ആണ് കേട്ടോ. നേരെ സൈഡിലുള്ളതാണ് അസ്റ്റോറിയ. അത് കഴിഞ്ഞിട്ട് സോഫിറ്റലുണ്ട്. അത് കഴിഞ്ഞിട്ട് ആണ് നമ്മുടെ ഈ റോയൽ അറ്റ്ലാന്റിസ് വരുന്നത്. ഇങ്ങനെ ഹോട്ടൽ കൊണ്ടും റിസോർട്ടുകൾ കൊണ്ടും സമ്പുഷ്ടമായിട്ടുള്ള ഒരു ഐലൻഡാണ് പാം ജുമേര എന്ന് പറയുന്ന ഐലൻഡ്. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഈ വിദേശികളായിട്ടുള്ള സ്ത്രീകൾ അവർ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് ഒരു സമയം മാറ്റി വെക്കാറുണ്ട്. നമ്മുടെ നാട്ടിലുള്ള പെണ്ണുങ്ങൾക്കൊന്നും അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഒന്നും കാണാറില്ല. ഇനിയിപ്പോൾ എന്താണെന്നുള്ള അറിയില്ല. ഞാൻ ഇതുവരെയായിട്ടും അങ്ങനെയുള്ളൊരു ഇത് കണ്ടിട്ടില്ല കേട്ടോ. നമ്മളെ നാട്ടിലുള്ള പെൺപിള്ളേർ കുറച്ച് ഫോണിൽ തോണ്ടണം, കുറച്ച് ഫോട്ടോ റീൽസ് ഇടണം, കുറച്ച് വീഡിയോസ് എടുക്കണം. അങ്ങനെ കണ്ടോ ഇവരൊക്കെ എത്രമാത്രം അവരെ ഹെൽത്തിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെന്നുള്ള അറിയാം. അവർ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നു. അവരുടെ ടൈം തന്നെ പിന്നെന്താണ്, ഒരു ദിവസത്തെ ഒരു മണിക്കൂർ, അരമണിക്കൂറെങ്കിലും ഒരു അരമണിക്കൂർ അവരെ ഹെൽത്തിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഗൈസ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഏതൊരു മനുഷ്യനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഹെൽത്ത്, ആരോഗ്യം എന്ന് പറയുന്നത്. അതിന് നമ്മൾ സമയം കൊടുത്തു കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് വരാൻ പോകുന്നത് ഡയബറ്റിക്സ്, അതേമാതിരി തന്നെ കൊളസ്ട്രോള്, പിന്നെ PCOD ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെയാണ് നമുക്ക് വരാൻ പോകുന്നത്. നമ്മളിപ്പോഴേ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ആരോഗ്യത്തിനും വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഗൈസ്, നമ്മൾ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് പ്രയോറിറ്റി കൊടുക്കുക. ഈ പെട്ടി അടുക്കി വെച്ച മാതിരിയുള്ള ഹോട്ടലാണ് റോയൽ അറ്റ്ലാന്റിസ് കേട്ടോ.
ലക്ഷറി ഹോട്ടലാണ്. ഇവിടെ എപ്പം വന്നാലും ഇങ്ങനൊരു കാഴ്ച കാണാണ്ട് പറ്റും. പോർഷെ അതേമാതിരി തന്നെ റോൾസ് റോയ്സിൻ്റെ വണ്ടിയാണ് അവിടെ. ഡ്യൂട്ടി കഴിഞ്ഞ് ഗൈസ് നമ്മളെ ഗേറ്റ് ഓപ്പൺ ആവുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പോലീസ് വരുന്നുണ്ട്. നമുക്ക് ഇവിടെ ഒന്ന് പാർക്ക് ചെയ്യാം. പോലീസ് മാമനും വരുന്നുണ്ട്. എല്ലാം കൊണ്ടും പണി തന്നെയാണ് ഗൈസ്. നമുക്ക് നല്ല ഡിപ്പോയിലേക്ക് കയറാം. ഇങ്ങനെ ലൈന് നിൽക്കുന്ന സമയത്ത് ഒട്ടുമിക്ക ആൾക്കാർക്കൊക്കെ ഫൈന് കിട്ടിയിട്ടുണ്ട്. 500,000 ഒക്കെ എഴുതി തരും.